ആദ്യം പഴയ കണക്കിലേക്കാണ്. 2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യമെന്ന ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടനത്തിലേക്ക്. 243 അംഗ നിയമസഭ, അതിൽ 144 സീറ്റിൽ മത്സരിച്ച RJD 75 സീറ്റിൽ വിജയിച്ചു. സ്ട്രൈക്ക് റേറ്റ് 52%. CPIML-ന് സീറ്റ് വീതം വയ്പിൽ കിട്ടിയത് 19 മണ്ഡലങ്ങളാണ്. അതിൽ 12 അവർ ജയിച്ചു. സ്ട്രൈക്ക് റേറ്റ് 63%. ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ്. CPM 4-ൽ 2 ജയിച്ചു വന്നു. സ്ട്രൈക്ക് റേറ്റ് 50%. 6 സീറ്റിൽ ജനവിധി തേടിയ CPI ജയിച്ചത് 2. വിജയ ശതമാനം 33. RJD-യും CPIM-ലുമൊക്കെ നടത്തിയ വമ്പൻ മുന്നേറ്റത്തിന് ബലമില്ലാതെ പോയതിന് കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: കോൺഗ്രസിൻ്റെ മോശം പ്രകടനം. 70 സീറ്റ് ചോദിച്ചു വാങ്ങി മത്സരിച്ചു. പക്ഷെ ജയം 19 മണ്ഡലങ്ങളിൽ ഒതുങ്ങി. സ്ട്രൈക്ക് റേറ്റ് 27% മാത്രം. അന്തിമ ബലം വന്നപ്പോൾ ചിത്രം ഇങ്ങനെയായിരുന്നു: NDA 125 സീറ്റ്, മഹാസഖ്യം 110 സീറ്റ്. കോൺഗ്രസിൻ്റെ മോശം പ്രകടനം നഷ്ടപ്പെടുത്തിയത് ചുണ്ടിനും കപ്പിനുമിടയിൽ മഹാസഖ്യ ഭരണം. 2015-ൽ 41 സീറ്റിൽ മാത്രം മത്സരിച്ച് 27 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചിരുന്നു എന്നുകൂടി ഓർക്കണം. പക്ഷെ തോൽവിക്ക് പിന്നാലെ പതിവ് പോലെ ന്യായീകരണമുണ്ടായി. ചോദിച്ചതും ആഗ്രഹിച്ചതുമായ സീറ്റുകൾ ലഭിച്ചില്ലെന്നാണ് കോൺഗ്രസിൻ്റെ ബീഹാർ ചുമതലയുണ്ടായിരുന്ന ശക്തി സിംഗ് ഗോഹിൽ അന്ന് പറഞ്ഞത്. മത്സരിച്ച പല സീറ്റുകളും JDU-ൻ്റെയും BJP-യുടെയും ശക്തി കേന്ദ്രങ്ങളാണെന്ന് മറ്റു ചില നേതാക്കളും വാദിച്ചു. എന്നാൽ പാർട്ടി വസ്തുത അംഗീകരിക്കണമെന്ന് പറഞ്ഞവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ബീഹാർ. പഴയ കണക്കുകൾ ചരിത്രമായിരിക്കുന്നു. പുതിയ ചില കണക്കുകൾ പറയാൻ ബീഹാർ ഒരുങ്ങുന്നു. അതിൻ്റെ പ്രകമ്പനം ബീഹാറിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല. കാരണം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പ്, വോട്ടുകൊള്ള ആരോപണങ്ങൾക്കിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, രാജ്യത്താകെ നടപ്പാക്കാൻ പോകുന്ന 17 തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ആദ്യം കൊണ്ടുവരുന്നത് ബീഹാറിൽ. ഇതിനോടെല്ലാം ബീഹാറിൻ്റെ പ്രതികരണം എന്തെന്ന് ദേശീയ രാഷ്ട്രീയ ഗതിയിൽ നിർണായകം. മദർ ഓഫ് ഓൾ ഇലക്ഷൻസ് എന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ വിശേഷിപ്പിച്ചു കഴിഞ്ഞു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ പുറത്തായത് 47 ലക്ഷം വോട്ടർമാരാണ്. SIR നടപ്പാക്കുന്നതിനെതിരെ തേജസ്വി യാദവിനെ കൂട്ടിപ്പിടിച്ച് സംസ്ഥാനത്ത് യാത്ര നടത്തിയ നേതാവാണ് രാഹുൽ ഗാന്ധി. അതിനു മുന്നേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ വെടിപൊട്ടിച്ചതും രാഹുൽ ഗാന്ധിയായിരുന്നു. അതിന് സ്വീകാര്യതയും കിട്ടി. രാഹുൽ അതിന് തുടർച്ചയും നൽകി. അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് കൂടുതൽ ജനക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലേക്ക് നിതീഷ് സർക്കാർ കടന്നത്. സമീപകാലത്ത് ഒരു സംസ്ഥാനത്തും രാഹുൽ ഗാന്ധി ഇത്രത്തോളം സജീവമായി ഇടപെട്ടിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ആകെ പങ്കെടുത്തത് 8 റാലികളിൽ മാത്രമാണ്. ഇതിനിടയിൽ ഷിംലയിലേക്ക് പോയതും അന്ന് വിമർശനത്തിന് ഇടയാക്കി. എന്നാൽ ഈ വർഷം ഇതുവരെ രാഹുൽ ഗാന്ധി 8 തവണ ബീഹാറിൽ വന്നുപോയി. യുവാക്കളെയും കർഷകരെയും കണ്ടു. സാമ്പത്തിക അസമത്വവും തൊഴിലില്ലായ്മയും ഉയർത്തിക്കാട്ടി. ഇതുകൂടാതെ വോട്ടറധികാർ റാലിയുമായി 16 ദിവസങ്ങളിലായി 25 ജില്ലകളിലെ 110 നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. ജനങ്ങളെ കെട്ടു. വോട്ടറധികാർ റാലി അണികളെ ആവേശത്തിലാക്കിയെന്നതിൽ സംശയമില്ല. എന്നാൽ സംഘടനാ സംവിധാനം ശക്തമല്ലെന്നത് യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിഞ്ഞും കഴിഞ്ഞ തവണത്തെ അനുഭവം ഉൾക്കൊണ്ടുമാണ് രാഹുൽ ഗാന്ധി തന്നെ കളത്തിലിറങ്ങിയത്. 2020 അനുഭവം നൽകിയത് വലിയ പാഠമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വിജയിക്കുകയാണ് വേണ്ടതെന്ന പാഠം. വോട്ടുകൊള്ളയിൽ പൊട്ടിയത് ആറ്റം ബോംബ് മാത്രമാണെന്നും ഹൈഡ്രജൻ ബോംബ് പൊട്ടാനിരിക്കുന്നതേ ഉള്ളൂവെന്നും രാഹുൽ ആവർത്തിക്കുന്നു. വോട്ടുകൊള്ള ഇനിയും ഊർജ്ജത്തോടെ ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് ബീഹാറിൽ ജയിച്ചേ മതിയാകൂ.